ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ടോപ്പ് 5-ൽ നിന്ന് ഒരാളെ എലിമിനേറ്റ് ചെയ്യുവാനുള്ള പ്രക്രിയയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചുകൊണ്ടായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത്. ഒരു പസിൽ രൂപേണയായിരുന്നു എലിമിനേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരുന്നത്. ഓരോരുത്തർക്കായി നൽകിയിരിക്കുന്ന കളത്തിന്റെ മുമ്പിൽ ഒരു ബോർഡ് ഉണ്ടാകും. ആ ബോർഡ് എടുത്തതിനു ശേഷം അതിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക്. ഓരോ മത്സരാർത്ഥികളും ഓരോ ബോർഡുകളെടുത്ത് വായിക്കുവാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ അവർക്ക് പ്ലസ് ചെയ്യുവാനുള്ള ഒരു ബോർഡായിരുന്നു നൽകിയിരുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് വെച്ച് പ്ലസ് ചെയ്ത് കിട്ടുന്ന ബോർഡിന് മുന്നിലേക്ക് പോയി നിൽക്കുക എന്നതായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്നുള്ള ബോർഡ് എടുത്ത് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനുള്ള ടാസ്ക് ആയിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ ഓരോ ഘട്ടങ്ങളായി ഓരോ പസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അനുമോളുടെ മുന്നിലിരിക്കുന്ന ബോർഡ് എടുത്ത് പൊക്കിയപ്പോൾ അനുമോൾ സേവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് ചിലവർക്ക് റൈറ്റ് കോളത്തിലേക്ക് മൂവ് ചെയ്യുവാനും സ്റ്റേ ബാക്ക് എന്നും സെയിം കളത്തിൽ നിൽക്കുവാനും അങ്ങനെ പല പസിൽസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ കളത്തിൽ നിന്ന് തന്നെ നെവിനും അനുമോളും സേവ് ആയിരിക്കുന്നു. പിന്നീടുണ്ടായിരുന്നത് അക്ബറും ഷാനവാസും അനീഷും മാത്രമായിരുന്നു. അക്ബറിന് മുന്നിലുള്ള കാർഡിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്യുവാനാണ് പറഞ്ഞിരുന്നത്. ഷാനവാസിനോടും അനീഷിനോടും തൊട്ടു മുമ്പിലുള്ള ഫ്രെയിമുകൾ അടുത്തിരിക്കുന്ന ചുറ്റിക വെച്ച് ഉടയ്ക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവർ അത് ഉടച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഷാനവാസിന്റെ ഫോട്ടോയും ഷാനവാസിന്റെ ഭാഗത്തുണ്ടായിരുന്നത് അനീഷിന്റെ ഫോട്ടോയുമാണ്. അങ്ങനെ അതിന്റെ തൊട്ടു താഴെ തന്നെ അവർ സേവ്ഡ് എന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സേവ് ആയിരിക്കുന്നു. അക്ബർ നിന്നിരുന്ന സ്ഥലത്ത് ഉടൻ തന്നെ റെഡ് ലൈറ്റ് വരികയായിരുന്നു. അതിനർത്ഥം അക്ബർ എലിമിനേറ്റ് ആയി എന്നാണ്. അങ്ങനെ ബിബി ഹൗസിൽ നിന്ന് അക്ബർ എലിമിനേറ്റ് ആയിരിക്കുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് നിറക്കണ്ണുകളോടെ അക്ബർ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. ഗാർഡൻ ഏരിയയിൽ വെച്ച് എല്ലാവരുമായി ഫോട്ടോ എടുത്തതിന് ശേഷം അക്ബർ അനീഷിനോട് പറഞ്ഞു, അനീഷേട്ടാ, നമ്മൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു സ്ട്രാറ്റജി പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ ഇതുവരെ ആ സ്ട്രാറ്റജിയും വെച്ച് ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, പേഴ്സണലായി അറ്റാക്ക് ചെയ്യുവാനും വന്നിട്ടില്ല. നിങ്ങൾ എല്ലാം ഒരു ബൗണ്ടറിയിൽ വെച്ച് തന്നെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന വാതിലിലൂടെ ലാലേട്ടന്റെ അടുത്തോട്ട് പോവുകയായിരുന്നു. ലാലേട്ടന്റെ അടുത്തെത്തുമ്പോഴും നിറക്കണ്ണുകളോടെ തന്നെയായിരുന്നു അക്ബർ ഉണ്ടായിരുന്നത്. ലാലേട്ടൻ അങ്ങനെ അക്ബറിന്റെ ബിബി ഹൗസിലെ യാത്രകളെല്ലാം വീഡിയോ ക്ലിപ്പായി കാണിച്ചു കൊടുത്തു. നിറക്കണ്ണുകളോടെ അക്ബർ ലാലേട്ടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്റ്റേജ് വിട്ട് ഇറങ്ങുകയായിരുന്നു. അക്ബർ നേരെ ചെന്നുപോയി കെട്ടിപ്പിടിച്ചത് പ്രിയ സുഹൃത്തായ അപ്പാനിയെയാണ്. പിന്നെ മറ്റുള്ള ഹൗസ്മേറ്റ്സിനെല്ലാവർക്കും കൈ കൊടുത്തുകൊണ്ട് അക്ബർ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഇനി ബാക്കി അവശേഷിക്കുന്ന 4 പേരിൽ ആര് കപ്പെടുക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റായി പറയുക.